ഈ ബാധ എന്നുള്ളതിനേക്കാളധികം ഈ ബാധയെപ്പറ്റിയുള്ള ചർച്ചയും അതിന്റെ പേരിലുള്ള ഊഹാപോഹങ്ങളുമാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിന്റെ നിജസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ടൊരു പുസ്തകം എഴുതണം എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് എന്നാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊരു സത്യമാണ്. ഈ തൗഹീദ് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന, സുന്നത്ത് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന, ശിർക്കും ബിദ്അത്തും എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ ആ മാർഗത്തിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ പിശാചിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഇടയ്ക്ക് ആളുകളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയ ഈ ചിന്തകൾ വീണ്ടും അവരിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ആ പിശാചിനൊന്ന് പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആയി പോകുന്നുണ്ടോ എന്ന് മൊത്തത്തിൽ വിലയിരുത്തിയാൽ നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മൾ ഒരുപാട് അധ്വാനം, ഇത് ഒരുപാട് നമ്മളെ ദഅവ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇതിന്റെ പേരില് മറ്റൊരു വഴിക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തൗഹീദ് പ്രബോധനം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ശിർക്കിനെ എതിർക്കുന്നതിന്, സുന്നത്ത് പ്രചരിപ്പിക്കുന്നതിന്, ബിദ്അത്തിനെ എതിർക്കുന്നതിന് പകരം ഈ കാര്യം പറഞ്ഞും മറുപടി പറഞ്ഞും വിശദീകരിച്ചും അങ്ങനുണ്ട് ഇങ്ങനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയം ഒരുപാട് അങ്ങനെ വേസ്റ്റായി പോവുകയാണ് ആവശ്യമില്ലാത്ത നിലക്ക്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇന്നിവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിന് ഒരു പുതിയ ഒരു കാരണം ചിലതുണ്ടായി തീർന്നത് നമ്മളെ ചില ചെറുപ്പക്കാരായ ആളുകളുടെ പ്രഭാഷണത്തിൽ, ക്ലാസുകളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് അവർ വായിച്ച കാര്യങ്ങൾ ക്ലാസ്സിൽ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞപ്പോൾ ഒരു സൂക്ഷ്മ വിശകലനം നടത്താതെ ആയിപ്പോയതുകൊണ്ട് ചില അബദ്ധങ്ങൾ അതിൽ വന്നുപോയി. ആ അബദ്ധങ്ങൾ നമ്മുടെ ആദർശ ശത്രുക്കൾ ഏറ്റുപിടിക്കുകയും അത് നമുക്കെതിരിൽ ആയുധമായി എടുക്കുകയും ചെയ്ത് അത് പ്രബോധന രംഗത്ത് വലിയ ഒരു വിഷമം, ഒരു പ്രതിസന്ധി ഉണ്ടായി. അങ്ങനെ ഉണ്ടായ സന്ദർഭത്തിലാണ് സംഘടന ആ കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി ആലോചിച്ചത്. ഇതുപോലത്തെ ഒരു പ്രശ്നത്തിന് ആ വിഷയത്തിന് കൊടുത്ത അത്ര പ്രാധാന്യം വേറെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് നൽകിയതായി ഞാൻ ഈ രംഗത്ത് വന്ന് 10-30 കൊല്ലായി ഇതിനിടയ്ക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ വിഷയത്തിന് വേണ്ടി മാത്രം 7 യോഗങ്ങളാണ് കേരള ജമിയത്തുൽ ഉലമയും കേരള നദുവത്തുൽ മുജാഹിദീനും വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും ഇന്നും ചില തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. എന്താ ആ വിഷയത്തിൽ ഇനിയിപ്പോ ആർക്കെങ്കിലും വേറെന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് പറയാനൊരു അവസരം കൊടുത്തൂടെ, ജമിയത്തിൽ ചർച്ച ചെയ്തൂടെ, അതൊന്നും ജമിയത്തിൽ ചർച്ച ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ആ ബന്ധപ്പെട്ട ആളുകളെ ആദ്യം വിളിച്ചു, അവരെ ഉപദേശിച്ചു, ഈ കാര്യം പൊതുയോഗങ്ങളിൽ നിങ്ങൾ പ്രസംഗിച്ച് നടക്കരുത്. നമ്മളെ ദഅവത്ത് തൗഹീദും സുന്നത്തും പ്രബോധനം ചെയ്യുന്നതിന് അത് തടസ്സമാകുന്ന നിലക്ക് ഈ കാര്യം ഒരു പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് നടക്കരുത് എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ പിന്നെയും അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള ചില സംസാരങ്ങൾ വന്നപ്പോഴാണ് ആ വിഷയം എന്ത് ചെയ്യണമെന്ന് വീണ്ടും യോഗം ചേർന്ന് ആലോചിച്ചത്. അപ്പൊ അത് നമ്മൾ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യണം എന്ന് വെച്ചു. അങ്ങനെ കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവും ആ എക്സിക്യൂട്ടീവിലേക്ക് ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്തി ഒരു ദിവസം കാലത്ത് 10 മണി മുതൽ മഗ്രിബ് വരെ നീണ്ടുനിന്ന ഒരു ഫുൾ ഡേ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് ശരിക്കും ഭിന്നമായ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള ആളുകൾക്ക് എന്താണോ അവർക്ക് പറയാനുള്ളത് ചിലർ എഴുതിക്കൊണ്ടുവന്നിരുന്നു. ആ എഴുതിക്കൊണ്ടുവന്നത് അങ്ങനെ തന്നെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എഴുതാതെ പ്രിപ്പയർഡായി വന്ന ആളുകൾ അങ്ങനെയും അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അതിൽ എന്ത് അഭിപ്രായം ഒരാൾക്ക് തോന്നിയത് അവിടെ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ അഭിപ്രായങ്ങളും അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം വരെ കൂട്ടത്തിൽ ഒരാൾ ഇത്രത്തോളം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഈ ജിന്നിനെ ഇറക്കുന്ന ഒരു യൂണിറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങണം എന്ന അഭിപ്രായം വരെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. ഞാൻ പറഞ്ഞത് അത്ര തുറന്ന അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിനുശേഷം ആ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നത് ഈ വിഷയകമായി ഒരാള് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതും അതേപോലെ തന്നെ പരസ്യമായി പറയേണ്ടതും പറയാവുന്നതുമായ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ പറയാവുന്ന കാര്യം ഒരു പ്രബന്ധമായി തയ്യാറാക്കുക. എന്നിട്ട് അത് നമുക്ക് പെട്ടെന്ന് തൽക്കാലമുള്ള ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതിന് അത് പ്രസിദ്ധീകരിക്കാം എന്ന് നമ്മൾ തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനം എടുത്തുവെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഈ നിലക്കല്ലാത്ത ചില സംശയമുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ.
അത് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് അതിൽ ശരിയാണോ അല്ലേ എന്ന അഭിപ്രായമുള്ള വിഷയം ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചാൽ തന്നെ അത് പരസ്യമായി പറഞ്ഞു നടക്കേണ്ടതാണോ അല്ലേ എന്ന് വീണ്ടും ചർച്ച ചെയ്ത് തീരുമാനിച്ച് പറയേണ്ട കാര്യങ്ങൾ പറയാം. ഇത് ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല, നേരെ മറിച്ച് ഇവിടെ ഒരു പണ്ഡിത സഭയിലുള്ള കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ ശൂറയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു തീരുമാനമെന്തോ അത് നമുക്ക് നടപ്പാക്കാം എന്ന നിലപാടിലാണ് സംഘടന എത്തിച്ചേർന്നത്. പക്ഷേ അതിൽ നിർബന്ധമായി അത് തയ്യാറാക്കുന്നതിൽ പങ്കെടുക്കണം എന്ന അഭിപ്രായമുണ്ടായിരുന്ന ചില ആളുകളിൽ നിന്ന് അത് തയ്യാറാക്കുന്നതിന് വേണ്ടത്ര ഒരു സഹകരണം ലഭിക്കാതെ വന്നതും ഒരുപക്ഷെ ന്യായമായ കാരണങ്ങളാൽ നീണ്ടുപോയത് വല്ലാതെ നീണ്ടുപോയപ്പോ സംഘടനയ്ക്ക് ഈ കാര്യത്തിൽ എന്താ പറയാനുള്ളത്? ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ അനിവാര്യമായി മറുപടി നൽകേണ്ടിയിരുന്ന സന്ദർഭത്തിൽ പറഞ്ഞു വന്നിരുന്നത് ഇത് മാത്രമാണ്.